ജേർണി വിത്ത് SMGയുടെ ഹെറിറ്റേജ് ഹാവൻ ഡാഡ് ആൻഡ് ഡോട്ടർ സീരീസിൽ ഏവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മളൊരു പുതിയ സ്പെഷ്യൽ എപ്പിസോഡാണ് ക്രിസ്മസ്. അപ്പം ഇന്നത്തെ ടോപ്പിക്കാണ് വാട്ട് ഈസ് ക്രിസ്മസ് ഓൾ അബൌട്ട്. ഈ സീസണിൻ്റെ ഒരു നല്ലൊരു ഓപ്ഷൻ. സോ നമുക്ക് ക്രിസ്മസിനെ കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാം. ആദ്യമേ നമുക്ക് ഇൻട്രൊഡക്ഷൻ ഓഫ് ക്രിസ്മസ്. ഓക്കെ, അതിൽ നിന്ന് തുടങ്ങാം. ക്രിസ്മസിനെ കുറിച്ച് നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് വരുന്നതിന് മുൻപ് ഈ ഒരു സമയം ആക്ച്വലി ഡിസംബർ ജാനുവരി ടൈം നമുക്കറിയാം, ഒരു ഇയറിൽ 12 months ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സമയമാണ് ഡിസംബർ ജാനുവരി ടൈം വരുന്നത്. അപ്പോൾ ഇയേഴ്സ് ബാക്ക്, 1000 of years ബാക്ക് ഈ ഒരു ടൈം വളരെ തണുപ്പായതുകൊണ്ട് അധികം ആൾക്കാരും അവരുടേതായ വീട്ടിലും അവരുടെ ഫാമിലി ഗെറ്റ് ടുഗദേഴ്സും അങ്ങനെ ഇരിക്കാൻ ആഗ്രഹിച്ചവരാണ് പണ്ട് കാലത്തുള്ള ആൾക്കാർ. അപ്പോൾ ഇവർ കൂടുന്ന സമയത്തെല്ലാം ഇവർ ഫീസ്റ്റും ഫുഡ് കൊടുക്കും, ഗിഫ്റ്റുകൾ കൊടുക്കും. തണുപ്പ് സമയമാണ്. അപ്പോൾ കഴിഞ്ഞ ആ ഒരു ഓട്ടം സമ്മർ ടൈമിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ വേണ്ടി ഇവർ ഒരുമിച്ച് കൂടിയിരുന്ന ഒരു സമയമാണ് ഈ വിൻ്ററിൻ്റെ സമയം. അപ്പോൾ ഈ വിൻ്റർ സമയത്ത് ഇവർ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും ഒരുമിച്ച് കൂടി വരുന്നു, ഗിഫ്റ്റുകൾ കൊടുക്കുന്നു. അതുമാത്രമല്ല, പണ്ട് കാലത്ത് വീടുകളിൽ സ്ലേവ്സ് ഉണ്ടായിരുന്നു. അവരെ ഫ്രീ ആക്കാനുള്ള അവരെ ഫ്രീ ആക്കാനുള്ള ഒരു സമയമാണ്. സോ നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ദേ ടെമ്പററി ഫ്രീഡം, ദേ ഗോട്ട് ടെമ്പററി ഫ്രീഡം. അപ്പോൾ തൽക്കാലത്തേക്ക് ഫ്രീഡം ലഭിക്കുന്ന ഒരു സമയമാണ് ഈ വിൻ്ററിൻ്റെ സമയം. മാത്രമല്ല, ഈ ഒരു വിൻ്റർ കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു സീസണിലേക്ക് അവർ കയറുകയാണ്. സോ ദേ ഹാഡ് ബിഗ് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ്, റൈറ്റ്? വലിയ ഹോപ്പൊക്കെ ഉള്ള സമയം. ബട്ട് ഇറ്റ് ഈസ് നത്തിങ് ടു ഡു വിത്ത് ക്രിസ്മസുമായിട്ട് ഒരു ബന്ധമില്ല. പക്ഷേ ഈ ഡിസംബർ 21 മുതൽ ജാനുവരി ഉള്ള ഒരു ടൈം എന്ന് പറഞ്ഞാൽ അവർ അടുത്തൊരു സീസൺ അഗ്രികൾച്ചറിന് വേണ്ടി ഫാമേഴ്സ് എല്ലാവരും ഒരുമിച്ച് കൂടി അവർ എക്സ്പെക്ടിങ് സംതിങ് ഗ്രേറ്റ്. അങ്ങനത്തെ ഒരു സീസണാണ് ആ സമയം. ഈ സമയത്ത് ഡിസംബർ 25 ആ ഒരു ടൈം കംപ്ലീറ്റ് വരുമ്പോൾ കൾച്ചറലി കൊമേഴ്സ്യലി ഒക്കെയും ഇവർ വളരെയധികം സ്പെൻഡ് ചെയ്യുന്നൊരു സമയമായിരുന്നു ആ സമയം. മാത്രമല്ല, 21 ഡിസംബർ മുതൽ ജാനുവരി വരെ അടുത്ത ഒരു സീസണിന് വേണ്ടി, അഗ്രികൾച്ചർ സീസണിന് വേണ്ടി അന്ന് പഴയ അതുമാത്രമല്ല പാഗൻ ഗോഡ്സ് ഉണ്ടായിരുന്നു. ഓരോരോ കാര്യങ്ങൾക്ക് ഓരോ ഗോഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗോഡ്സിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടി ഇവർ ഒരുമിച്ച് കൂടുകയും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് ക്രിസ്മസിന് മുന്നേ ഉള്ള ഒരു ഈ ഡേ, ലൈക്ക് ഡിസംബർ ആൻഡ് ജാനുവരി എന്ന് പറയുമ്പോൾ. ഈ ഏർലി ക്രിസ്ത്യൻസ് ക്രിസ്മസ് ഒക്കെ ലൈക്ക് നമ്മളിപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്ന പിന്നെ ലൈക്ക് ഇപ്പം പ്രസന്റ് ടൈമിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഏർലി ക്രിസ്ത്യൻസ് എങ്ങനെയാണ് ലൈക്ക് സെലിബ്രേറ്റ് ചെയ്തത്? ഏർലി ക്രിസ്ത്യൻസിൻ്റെ ഒരു ഹിസ്റ്ററി റെക്കോർഡിക്കലി നമ്മൾ നോക്കുമ്പോൾ 4th century മുതലാണ് ക്രിസ്ത്യൻസിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ക്രിസ്ത്യൻസിനെ കാണുന്ന സമയത്ത് അവർ ഈ ഒരു പീരീഡിൽ അവർ ചർച്ചകളിൽ പോവുകയും ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയൊക്കെയും ചെയ്യും. ആ സമയത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അവരുടെ പോപ്സും ലൈക്ക് പ്രീസ്റ്റൊക്കെ വന്നതിന് ശേഷം ഈ ഒരു ഡേ അവർ ഡിക്ലെയർ ചെയ്തു, നമുക്ക് ക്രിസ്മസായി ആഘോഷിക്കാം. ഇതിനു മുന്നേ ക്രിസ്മസ് അല്ല ആഘോഷിച്ചിരുന്നത്, പക്ഷേ ഇറ്റ് വാസ് എ ഹോളിഡേ. അപ്പോൾ അങ്ങനെ ഈ ഒരു ഡേ അവർ അതിനു വേണ്ടി ചൂസ് ചെയ്ത് കാണുവാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഈ ട്രഡീഷൻസ് നമ്മളെല്ലാം പുറത്ത് പോകുമ്പോഴും മിക്കവാറും വീട്ടിലും കാണുമ്പോൾ നമ്മൾ ട്രീസ്, ഡെക്കറേറ്റിംഗ് ട്രീസ്, അതിനെ പറ്റി ലൈക്ക് വാട്ട് ക്രിസ്മസിൽ ഒരു ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു കാര്യമാണ് ക്രിസ്മസ് ട്രീ. സോ ഡെക്കറേറ്റ് നമ്മൾ അതും പഠിക്കുമ്പോൾ 16th century ജർമ്മനിയിലാണ് ഈ ഒരു കസ്റ്റം സ്റ്റാർട്ട് ചെയ്തത്. അവർക്ക് അന്ന് ഫിർ ട്രീ എന്ന് പറഞ്ഞൊരു ഒരു ടൈപ്പ് ട്രീ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന ക്രിസ്മസ് ട്രീയുടെ ഏകദേശം ആ ഒരു രൂപം. അപ്പോൾ അന്ന് അതിനെ അവർ ഡെക്കറേറ്റ് ചെയ്യും. എന്തിനു വെച്ചെന്നറിയാമോ? ആപ്പിൾസ്, കാൻഡിൽസ്, ഇതൊക്കെ വെച്ച് അവർ ഭംഗിയായിട്ട് ഈ ക്രിസ്മസിൻ്റെ സമയത്ത് അവർ ഡെക്കറേറ്റ് ചെയ്യുമായിരുന്നു. ഇനി അതേപോലെ തന്നെ ക്രിസ്മസിന് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ. എന്താ? ഗിഫ്റ്റ് ഗിവിങ്. എല്ലാം ട്രീസിന്റെ അടിയിൽ ഗിഫ്റ്റ് കണ്ടിട്ടുണ്ട്. അതെ, പല കളേഴ്സിൽ പല റിബൺസിലൊക്കെ ഇട്ട്. അത് 18th century ആണ് ഈ ഒരു ഗിഫ്റ്റിൻ്റെ ഒരു സംഭവം, ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കുന്ന. പിന്നെ മെയിൻലി നമ്മളെല്ലാം കുട്ടികളെല്ലാം ലൈക്ക് മിക്കവരും നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട്, ക്രിസ്മസിന്റെ അടിയിൽ ട്രീ ലൈക്ക് ക്രിസ്മസ് ട്രീന്റെ അടിയിൽ ദെൽ ബി ഗിഫ്റ്റ്സ്. അത് സാന്റാക്ലോസ്. അപ്പം സാന്റാക്ലോസ് ആണ് അവിടെ ഉള്ള. സാന്റാക്ലോസിന്റെ കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
നമുക്ക് ഈ ഗിഫ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഗിഫ്റ്റ് അവർ കൊടുത്തിരുന്നത് യേശു കർത്താവ് ജനിച്ച സമയത്ത് 3 വിദ്വാൻമാർ വന്നു, 3 ബാഗീസ്. അവർ പൊന്ന്, മൂര്, കുന്തിരിക്കം, ഗോൾഡ്, ഫ്രാങ്കിൻസെൻസ് ആൻഡ് മിർ, ഇത് 3ഉം ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നിട്ട് കാണാം. അപ്പോൾ അതിനെ സിംബലൈസ് ചെയ്യുന്ന കാര്യവും പിന്നെ ദൈവം മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് വാട്ട്? ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ അതിനെ സിംബലൈസ് ചെയ്യുന്ന ഒരു അതിന് വേണ്ടിയാണ് അവർ ഗിഫ്റ്റ് യൂസ് ചെയ്തത്. ഇനി നമ്മൾ പറഞ്ഞ പോലെ സാന്റാക്ലോസ്. വാട്ട് ഈസ് സാന്റാക്ലോസ്? ഞാൻ കുറച്ച് നാൾ മുന്നേ നമ്മുടെ ഒരു കുഞ്ഞിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ക്രിസ്മസിന് സമയത്ത്, വാട്ട് ഈസ് ക്രിസ്മസ്? അപ്പോൾ എൻ്റെ അടുത്ത് പറയാം, അങ്കിളിന് അറിയില്ലേ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ സാന്റാക്ലോസിന് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ ആ മോൻ്റെ അടുത്ത് പറഞ്ഞത്, സാന്റാക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു സെയിൻറ്റ് ഉണ്ടായിരുന്നു, ഒരു നിക്കോളാസ് എന്ന് പറഞ്ഞൊരു സെയിൻറ്റ് ഉണ്ടായിരുന്നു. അതൊരു ടർക്കിഷ് മോങ്ക് ആയിരുന്നു. ഹി വാസ് ലിവിങ് അറൗണ്ട് 3rd century. അപ്പോൾ ഇവരിങ്ങനെ ക്രിസ്ത്യൻ ട്രഡീഷൻ വന്ന് എത്തിയ സമയത്ത് 17th century ആയപ്പോൾ ഇവരെല്ലാവരും കൂടി ചെക്ക് ചെയ്തു, പഴയ സെയിൻസിനെ കുറിച്ചെല്ലാം നോക്കിയപ്പോൾ ദേ ഫൗണ്ട് സെൻറ്റ് നിക്കോളാസ്. ആൻഡ് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു സെൻറ്റ് നിക്കോളാസിന്. എന്താണെന്നറിയോ? എല്ലാവർക്കും സമ്മാനം കൊടുക്കും. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സെയിൻറ്റ് നിക്കോളാസിന്. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കും. അപ്പം ക്രിസ്മസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആളാര്? അപ്പോൾ സാന്റാക്ലോസിൻ്റെ ബർത്ത്ഡേ അല്ല ക്രിസ്മസ്, ജീസസ് ക്രൈസ്റ്റിൻ്റെ ബർത്ത്ഡേ ആണ്. അതുമാത്രമല്ല സാന്റാക്ലോസ് ഹി വാസ് എ സെയിൻറ്റ് നിക്കോളാസ്, ഹി വാസ് എ മോങ്ക്, ഹി വാസ് എ ടർക്കിഷ് മോങ്ക്. പിന്നെ നമ്മളെല്ലാം ഇപ്പം നമ്മൾ എല്ലാവരും പുറത്തൊക്കെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്, ക്രിസ്മസ് കാരോൾ കേട്ടിട്ടുണ്ട് എല്ലാവരും. എല്ലാ വീടുകളിലും പോയി സ്റ്റാറൊക്കെ കൊണ്ട് ബാൻഡൊക്കെ അടിച്ചല്ലേ. ഓക്കെ, ഈ ക്രിസ്മസ് കരോളും അതും ഈ ഒരു ട്രഡീഷൻ സ്റ്റാർട്ട് ചെയ്തത് ഇംഗ്ലണ്ടിൽ ഓൾമോസ്റ്റ് 14th century ഈ ഒരു ട്രഡീഷൻ സ്റ്റാർട്ട് ചെയ്ത്. അന്ന് ആ സമയത്ത് ഇംഗ്ലീഷ് വർഷിപ്പ് സോങ്സ്, പ്രൈസസ് ഒക്കെയാണ് പാടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പല ടൈപ്പ് പാട്ടുകളൊക്കെ നമുക്ക് അങ്ങനെ. ഇനി ക്രിസ്മസിന് വേറൊരു പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്, നമ്മുടെ റെയിൻഡിയർ ഒരു കാട്ടിലല്ലേ കൊണ്ടുപോകുന്നത്. റെയിൻഡിയറിൻ്റെ ഒരു ഭയങ്കര രസമുള്ളൊരു സംഭവമുണ്ട്. അതൊരു നോയ്സ് മിത്തോളജി എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ പാഗനിസത്തിൽ നിന്ന് വന്ന ഒരു മിത്തോളജിയാണ്. അതിലൊരു ഗോഡിൻ്റെ പേരാണ് ഓഡിൻ എന്ന് പറഞ്ഞൊരു ഗോഡുണ്ട്. അതിൻ്റെ വാഹനമാണ് റെയിൻഡിയർ. ആ റെയിൻഡിയറിനെ അവർ സ്ട്രെങ്ത്തിനും എൻഡ്യൂറൻസിനും വേണ്ടിയാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സിംബോളിക്കാണ്. ഇപ്പം ഒന്ന് ചിന്തിച്ച്, ഇപ്പം നമ്മൾ കാണുന്ന ഇങ്ങനെ സിംബോളിക്കായിട്ടുള്ള കാര്യങ്ങൾ ബൈബിളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല അല്ലേ? ബട്ട് ഇറ്റ് ഇസ് ഫോർ ഫെസ്റ്റിവൽ, ആഘോഷങ്ങൾക്ക് വേണ്ടി ഓരോ പാഗൻ കസ്റ്റംസിന് നമ്മൾ കൊണ്ടുവന്ന്, ട്രഡീഷൻസ് കൊണ്ടുവന്ന് ഇന്ന് എല്ലാവരും ആഘോഷിക്കുന്നു. അപ്പം നമ്മൾ ഈ ക്രിസ്ത്യൻസിൽ ഇത് നോക്കുമ്പം ഇത് ശരിക്കും ക്രിസ്മസ് എന്താ? ഓക്കെ, ഇനി ബൈബിൾ അനുസരിച്ച് നോക്കുമ്പോൾ ഇനി അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഈ ക്രിസ്ത്യാനിറ്റിയിൽ ഇങ്ങനെയുള്ള ട്രഡീഷൻസ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ടല്ലേ? അറിയാമോ എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്? അറിയാമോ? റോമൻ എംപറർ ഉണ്ടായിരുന്നു, ഒരു കോൺസ്റ്റന്റൈൻ എന്ന് പറഞ്ഞൊരു റോമൻ എംപറർ ഉണ്ടായിരുന്നു. ആ എംപറർ ഒരു ദിവസം ഒരു സ്വപ്നമൊക്കെ കണ്ട് അങ്ങനെ യേശുവിനെ ദൈവമായി തൻ്റെ പേഴ്സണൽ ഗോഡാക്കി താൻ ചൂസ് ചെയ്തു. അപ്പോൾ അതുവരെ പണ്ടുണ്ടായിരുന്ന എല്ലാ കസ്റ്റംസും ക്രിസ്മസിനും അവർ എടുത്തു. അങ്ങനെ ആ സമയത്താണ് ആക്ച്വലി December 25th ക്രിസ്മസ് ആഘോഷിക്കാൻ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം കോൺസ്റ്റന്റൈൻ എന്ന് പറഞ്ഞ വ്യക്തി ഭയങ്കര ഒരു റോള് ചെയ്തിട്ടുണ്ട് ഈ ഒരു ട്രഡീഷൻ കൊണ്ടുവരുവാൻ വേണ്ടി. രണ്ടാമത്തെ കാര്യം, സെൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസീസി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, സെൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസീസി. ആ വ്യക്തിയും ക്രിസ്മസിൻ്റെ വലിയൊരു റോൾ ഇപ്പോഴും നമ്മൾ ആഘോഷിക്കുന്ന ഈ ഒരു രീതിയിൽ കൊണ്ടുവരുവാൻ ആ വ്യക്തിയും ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കൾച്ചറൽ ആൻഡ് ട്രഡീഷണൽ സെലിബ്രേഷൻ പല രാജ്യങ്ങളിൽ പല കൾച്ചേഴ്സ് ഉണ്ട്, പല ട്രഡീഷൻസ്. ജർമ്മനിയിലൊക്കെ മെയിനായിട്ട് ക്രിസ്മസ് മാർക്കറ്റ് ബിസിനസ്സിന് ഭയങ്കരമായിട്ട് അവർ പ്രൊമോട്ട് ചെയ്യും. ഇൻകം കുറേ കിട്ടും ആ സമയത്താണ് ബിസിനസ്സിൻ്റെ ബൂമിങ്. ഓക്കെ, അപ്പോൾ ക്രിസ്മസിൻ്റെ വലിയൊരു മാർക്കറ്റ് അവിടെയുണ്ട്. മാത്രമല്ല ഡെക്കറേറ്റിംഗ് ട്രീസ്, പിന്നെ എക്സ്ചേഞ്ചിങ് ഗിഫ്റ്റ്സ്. ഇറ്റലിയിൽ വരുമ്പോൾ സെയിം ഗിഫ്റ്റ് കൊണ്ടുവരുന്നു. ബട്ട് ദർ ഇസ് സംതിങ് ഡിഫറെൻറ്റ് തിങ് ഇസ് ദ അവരൊരു വിച്ചാണ് കൊണ്ടുവരുന്നത്.
ഹാരി പോട്ടറിൽ അപ്പം ഒരു വിച്ച് ഇങ്ങനെ വരും, അവർക്ക് ഗിഫ്റ്റ് കൊടുക്കും. അങ്ങനത്തെ ഒരു കസ്റ്റമാണ് ഇറ്റലിയിലുള്ളത്. പിന്നെ ഫ്രാൻസിലാണെങ്കിൽ ലോങ് ടൈം ഡിന്നറിന് വേണ്ടി ഭയങ്കര ടൈം അവർ കൊടുക്കും. പിന്നെ വേറെ ചില രാജ്യങ്ങൾ ലേറ്റ് നൈറ്റിൽ 12 o'clock 1 o'clock മിഡ് നൈറ്റിലേക്ക് അവർ ഡിന്നേഴ്സ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ചില സ്ഥലങ്ങളിലാണെങ്കിൽ വീട്ടിൻ്റെ അകത്തെല്ലാം നല്ല ഭംഗിയുള്ള തുണികൾ വെച്ച് അലങ്കരിക്കും. ഒത്തിരി പീസ് ഡെക്കറേഷൻ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന സമയം. പിന്നെ ലൈറ്റ് ഡിസ്പ്ലേസ്, കാൻഡിൽസ്, കുക്കീസ്, കേക്ക്സ്, വൈൻ. അത് നമ്മൾ കേട്ടിട്ടുണ്ട്. സാന്റാക്ലോസ് ചിമ്നി വരെ വന്നിട്ട് ലൈക്ക് കുക്കീസ് ആൻഡ് മിൽക്ക് കഴിച്ചിട്ട് ഗിഫ്റ്റ് വെച്ചിട്ട് പോകും. അപ്പം രാവിലെ എന്നൊക്കുമ്പോൾ അത് അവിടെ ഇല്ലെങ്കിൽ മീനിങ് സാന്റാക്ലോസ് വന്നിട്ട് ബെല്ലടിക്കുന്ന ഒച്ചയൊക്കെ റെയിൻഡിയറിന്റെ ഇതില്. അതെ അതെ അതെ. അപ്പം ഇങ്ങനെ ഒത്തിരി കാര്യം. പിന്നെ ഒരു കൺട്രിയിൽ ഒരു വേറൊരു വ്യത്യസ്തപരമായ ഒരു ആഘോഷമുണ്ട്. സ്പെയിൻ ആണോ എന്ന് അറിയത്തില്ല കറക്റ്റായിട്ട്. ഇറ്റ് ഇറ്റ്സ് ലൈക്ക് ഇൻ യൂറോപ്യൻ കൺട്രി. അവർ ജീസസിൻ്റെ ബർത്ത്ഡേക്ക് കാളും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ജോസഫ് ആൻഡ് മേരി ദ ട്രാവൽഡ്. സെൻസസിൻ്റെ സമയത്ത് അവർ ട്രാവൽ ചെയ്തായിരുന്നു. അപ്പോൾ ആ ട്രാവലിങ്ങിനാണ് ഓൾമോസ്റ്റ് 9 days ആ ഒരു ഫെസ്റ്റിവൽ അവർക്കാണ്. അവരുടെ മെയിൻ തീം ജോസഫ് ആൻഡ് മേരീസ് ട്രാവലിംഗ്. അപ്പം അങ്ങനത്തെ കുറേ കസ്റ്റംസ്. സ്പെയിൻ ആൻഡ് പോർച്ചുഗൽ ലൈക്ക് ഫുൾ നൈറ്റ് മൊത്തം ഫീസ്റ്റ് ആയിരിക്കും. അതെ അതെ. ഈ ക്രിസ്മസിന് ഒത്തിരി സൂപ്പർ ഫുഡ്, പ്ലം കേക്ക്, ഈവൻ ബാർബിക്യൂ സെലിബ്രേഷൻ ഉണ്ട്. വിൻ്റർ സമയത്ത് ബാർബിക്യൂ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ. ഇനി അടുത്ത നമ്മുടെ കാര്യം നോക്കുമ്പോൾ ഇനി നമുക്ക് ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആക്ച്വൽ ലൈക്ക് ക്രിസ്മസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. അല്ലാതെ നോക്കിയാൽ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റിന് നമുക്ക് അതിൻ്റെ സെലിബ്രേഷൻ, അതിനാണ് നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അതിനെപ്പറ്റി ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റിനെ പറ്റി നോക്കാം. ശരി. അപ്പം നമുക്കറിയാം ബൈബിളിൽ ഫ്രം ദ ബൈബിളിൽ എത്ര ഗോസ്പൽസാണ് ഉള്ളത്? 4. ഇതിൽ 4 ഗോസ്പൽസ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അപ്പോൾ അതിൽ മാത്യു, മാർക്ക്, ജോൺ. ഓക്കെ. ഇതിൽ മാത്യു ആൻഡ് ലൂക്കിലാണ് മെയിനായിട്ട് ജീസസിൻ്റെ ജീനിയോളജി കൊടുത്തിട്ടുള്ളത്. ജീനിയോളജി എന്ന് പറയാൻ അറിയാമോ? 4 fathers, അവരുടെ ഏത് ഫാമിലിയിലാണ് വരുന്നത്, ജനറേഷൻസിൻ്റെ കാര്യം. അപ്പോൾ മാത്യുവിൽ ലൂക്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് അബ്രഹാമിൻ്റെ സൺ, അങ്ങനെ കുറേ പേര് ജനറേഷൻ. അത് കഴിഞ്ഞ കിങ് ഡേവിഡിന്റെ മാത്യു തന്നെ വായിക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ലൈക്ക് വിൽ ഫൈൻഡ് ദ നെയിംസ് ഓഫ് every person and their parents and their grandparents. Right. അപ്പോൾ ആ ഒരു ജീനിയോളജിയിലാണ് ജീസസ് ക്രൈസ്റ്റ് വരുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. രണ്ടാമത്തെ കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നത് ഗബ്രിയേൽ എന്നൊരു മെസ്സഞ്ചർ ഓഫ് ഗോഡ് ഉണ്ട്. ഹീസ് ലൈക്ക് ഏഞ്ചൽ, റൈറ്റ്? ഗബ്രിയേൽ മാലാഖ വന്ന് മറിയോട് പറയുകയാണ്, ദൈവം നിന്നിൽ പ്രസാദിച്ചു, അപ്പം നിനക്കൊരു കുഞ്ഞ് ലഭിക്കും. അപ്പം മേരി കല്യാണം കഴിഞ്ഞിട്ടില്ല, ഹി വാസ് എ വെർജിൻ, ഷി വാസ് എ വെർജിൻ. ആ സമയത്ത് എന്ത് പറ്റി പറഞ്ഞു, ആ സമയത്ത് മേരി വാസ് ഷോക്ക്ഡായി. പക്ഷേ അവൻ പറഞ്ഞു, ദൈവം എന്നിൽ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നടക്കട്ടെ എന്ന്. മേരി പറഞ്ഞു, ഷി വാസ് ഒബീഡിയൻറ്റ്. അങ്ങനെ ഒരു കാര്യം നമുക്ക് കാണുവാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് ജോസഫിനും സ്വപ്നത്തിൽ ഏഞ്ചൽ വന്ന് സംസാരിക്കുകയാണ്, മേരി ഷീ ഈസ് പ്രഗ്നൻറ്റ് ബൈ ഗോഡ്. There is a you have to name him Jesus. Yes, Jesus in the വാക്കിന്റെ അർത്ഥം അറിയോ? യഹോവ രക്ഷിക്കുന്നു, ജഹോവ സേവ്സ്. ഓക്കെ, അങ്ങനെയാണ് ആ പേര് കിട്ടുന്നത്. പിന്നെ ഇതിനെല്ലാം തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ മേരിയും ജോസഫും അവർ ബെത്ലഹേമിലേക്ക് പോവുക. ആ സമയം സെൻസസിന്റെ സമയമാണ്. സെൻസസ് എന്ന് പറഞ്ഞാൽ അറിയാമോ? നമ്മൾ എത്ര ആൾക്കാരുണ്ട് ഒരു കൺട്രിയിൽ, അല്ലെങ്കിൽ പോപ്പുലേഷൻ കൗണ്ട് ചെയ്യുന്ന സമയം. അങ്ങനെ അതിന് ഇവർ ബെത്ലഹേമിലോട്ട് പോകണം. അപ്പോൾ ദാറ്റ് ടൈം മേരി വാസ് ഫുള്ളി പ്രഗ്നൻറ്റ്, ഷി വാസ് ക്യാരിങ്. ഓക്കെ, ആൻഡ് ഡ്യൂ ഡേറ്റ് വാസ് നിയർ. അപ്പോൾ അങ്ങനെ ഇവർ മുന്നോട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് ഒരു മാഞ്ചറിൽ യേശു കർത്താവ് സെൻസസ് എടുക്കുന്നുണ്ട്. ലൈക്ക് ആ പ്ലേസ് മൊത്തം ഫിൽഡ് വിത്ത് പീപ്പിൾ, സ്ഥലമില്ലായിരുന്നു. അതുകൊണ്ട് മേഞ്ചറിലായി യേശു കർത്താവ് ജനിക്കുന്നു. അപ്പോൾ അതേ തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് 3 വൈസ് പീപ്പിൾ, മാഗീസ്, റൈറ്റ്? അവർ വന്ന് ജീസസിന് ഗിഫ്റ്റ് കൊടുക്കുന്നു. എന്തൊക്കെയാണ് കൊടുത്തത്? ഫ്രാങ്കിൻസെൻസ്, ഗോൾഡ് ആൻഡ് മിർ. 3 കാര്യങ്ങൾ കൊടുക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മൾ ഈ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറേ പ്രോഫസീസ് ഉണ്ട്. ലൈക്ക് ഓൾസോ ലൈക്ക് നമ്മളെല്ലാം എൻ്റെ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ട് കാര്യം, വെർജിൻ ബർത്ത് ആയതുകൊണ്ട് while he was born he was like a sinless man.
സിന്നേ ഇല്ലായിരുന്നു with ജീസസിന്. divine nature. Yeah, like not only he was like the son of God, അപ്പം ജനിച്ചപ്പോൾ തന്നെ he was a sinless man. So with divine power, like it's like he was a sinless man and the നമുക്ക് child ഇങ്ങനെ of God. പറയാം 100% Jesus was man and 100% he was God. God, yeah. But this, like he was man at the same time he was also God. അപ്പം ഇത് തന്നെ ബത്ലഹേം fulfillment of many prophecies. ഐസയിൽ തന്നെ കുറേ ഇപ്പം എന്തോ ആൻഡ് എന്താ വാക്ക് മറന്നു വാക്യമുണ്ട് എന്താ അയ്യോ he will be on your shoulders, his name will be wonderful counselor, mighty God, everlasting father and prince of peace. Right, very good job. You remember? പറഞ്ഞില്ല പക്ഷെ എന്നാലും Okay. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി പ്രോഫസീസാണ് അവിടെ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രോഫസീസ് നമുക്കവിടെ കാണുവാൻ കഴിയും. 2 മോള് പറഞ്ഞതുപോലെ ഇറ്റ് വാസ് എ വെർജിൻ ബ്രത്ത്. ഇനി അടുത്തത് ബെത്ലഹേമിൽ ജനിക്കുമെന്ന് പറഞ്ഞു. ബെത്ലഹേം ഇസ് എ ടൗൺ ഓഫ് ഡേവിഡ്. അപ്പോൾ മിഷിഹ റൂത്തിൻ്റെയൊക്കെ റൂത്തിൻ്റെയൊക്കെ ഡിസൈൻ വരുന്നതാണ് നമുക്കതിൽ കാണുവാൻ കഴിയും, ബോസിൻ്റെ. അപ്പം ബെത്ലഹേമിൽ ജനിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ യേശു കർത്താവ് ജനിച്ചു. ഇനി ഈ ക്രിസ്മസിൽ വലിയൊരു മെസ്സേജ് ഉണ്ട്. യു നോ വാട്ട് ഈസ് ദ ക്രിസ്മസ് മെസ്സേജ്? You know what is the Christmas message? He showed God's love. No, yes. God showed his love to us by sending his beloved son to the earth. അതെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ. For God so loved the world he sent him. John 3:16. That's it. അപ്പം യേശു കർത്താവിനെ നൽകുവാൻ, ഈ ഭൂമിയിൽ അയക്കുവാൻ ദൈവത്തിന് നമ്മളോട് സ്നേഹം തോന്നി, ദൈവത്തിന് നമ്മളോട് ആ കരുണ തോന്നി. അത് അങ്ങനെയാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ ഇനി വരുമ്പോൾ ഇറ്റ് ഈസ് എ കോർ മെസ്സേജ്, ലൈഫ് ഓഫ് ജീസസ്. ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ വി നീഡ് ടു തിങ്ക് അബൌട്ട് ലൈഫ് ഓഫ് ജീസസ് ഓൾസോ. അപ്പോൾ യേശു കർത്താവ് ജീസസിന്റെ ബർത്ത് ആണ്. ലൈക്ക് എവറി ഹ്യൂമനിൽ നമ്മൾ ആദ്യമേ ഈ ലോകത്തോട്ട് വരുന്നത് ഫ്രം ദ ലൈക്ക് ബർത്ത് ഫ്രം എ മദേഴ്സ് വൂം. അപ്പം ഇതിൽ നിന്നാണ്, അപ്പം സ്റ്റാർട്ടിങ് ആണ് ജീസസിന്റെ ലൈഫിന്റെ സ്റ്റാർട്ടിങ് ആണ് ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നമ്മളിപ്പോഴും യേശു കർത്താവിനെ ബേബി ആയിട്ട് തന്നെ കാണുന്നത്. ബട്ട് ഹി ഈസ് ഗ്രോൺ അപ്പ്. He's a God. He's a son of God. Okay. ഇനി നമ്മൾ പറയാം എങ്ങനെയാണ്. അപ്പം യേശു കർത്താവ് എത്ര വർഷമായി ഭൂമിയിൽ ജീവിച്ചിരുന്നെന്ന് അറിയാമോ? 33.5 years. Okay. അപ്പോൾ 30 years വരെയും ജീസസ് വാസ് ഹെൽപ്പിംഗ് ഹിസ് ഫാമിലി. ഹി വാസ് എ ഒബീഡിയൻറ്റ് ബോയ്. He was a good hard working person. A good teacher. Yeah, he was a good teacher also. അപ്പം യേശു കർത്താവ് ജനിച്ചു വളർന്ന കമ്മ്യൂണിറ്റിയിൽ ഹി വാസ് എ വെരി ഗുഡ് എക്സാമ്പിൾ. ഓക്കെ. അങ്ങനെ 30 years ആയപ്പം ഹി സ്റ്റെപ്ഡ് ഇൻ ടു മിനിസ്ട്രിയിലേക്ക് യേശു കർത്താവ് വരിക. യേശു കർത്താവിൻ്റെ ശുശ്രൂഷ അപ്പോൾ അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ യേശു കർത്താവ് അതിനുശേഷം 40 days ഫാസ്റ്റിംഗ് എടുക്കുന്നു. ദെൻ ടെംപ്റ്റേഷൻസ് വരുന്നു. നമുക്ക് ആ കാര്യം പിന്നെ വരുന്ന എപ്പിസോഡ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വി നീഡ് ടു തിങ്ക് അബൌട്ട് ദാറ്റ്. അപ്പോൾ ഇങ്ങനെയെല്ലാം വന്നിട്ട് യേശു കർത്താവ് കിങ്ഡം ഓഫ് ഗോഡിനെ കുറിച്ച് പ്രീച്ച് ചെയ്യുക. വാട്ട് ഇസ് കിങ്ഡം ഓഫ് ഗോഡ്? സെർമൺ ഓൺ മൗണ്ട് അറിയാമോ? അപ്പം അതിനെക്കുറിച്ചെല്ലാം അവിടെ എല്ലാം പഠിച്ചു വരുന്നു. ദെൻ ഹി സ്റ്റാർട്ടഡ് ഹീലിംഗ് പീപ്പിൾ, മിറക്കിൾസ്. ഇത് അവിടെ മരിച്ച ആൾക്കാർ പോലും ഉയർത്തെഴുന്നേറ്റു. ലാസറസ്, റൈറ്റ്. അങ്ങനെ ആ കമ്പാഷൻ, ജീസസിന്റെ കമ്പാഷൻ, ജീസസിന്റെ ടീച്ചിങ്. ജീസസിന്റെ ടീച്ചിങ്സ് തന്നെ ലൈക്ക് ഒരു സ്പെഷ്യൽ പാരബിൾസ് ആണ്. ലൈക്ക് കുറേ പാരബിൾസ് ഉണ്ട്. പ്രോണിക്കൽസ് ആണ്, പിന്നെ മറ്റേ സീഡ്സിന്റെ കുറേ സ്റ്റോറീസ് ഉണ്ട്. എല്ലാം it is very interesting അല്ലേ? Like he is like the best teacher in the whole world. when യേശു കർത്താവ് സംസാരിക്കാൻ വേണ്ടി വാ തുറക്കുമ്പോൾ തന്നെ ആൾക്കാർ ദിവസങ്ങൾ പോകുന്ന അറിയത്തില്ല. ഈവൻ ഫുഡ് കഴിക്കാൻ പോലും അവർ മറന്നു പോകും. അത്രത്തോളം ഇറ്റ് വാസ് സിമ്പിൾ. യേശു കർത്താവ് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ, യേശു കർത്താവ് ഹി വാസ് എ ലീഡർ, റൈറ്റ്? ബട്ട് ഹി ഷോഡ് വാട്ട് ഇസ് സെർവൻഹുഡ് ലീഡർഷിപ്പ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇനി യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ യേശു കർത്താവിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന 12 ശിഷ്യന്മാരാണ്. 12 ശിഷ്യന്മാരുടെ പേര് നമുക്ക് പിന്നെ പഠിക്കാം. അവരെ കുറിച്ച് അവരുടെ ലൈഫിനെ കുറിച്ച് നമ്മൾ പഠിക്കാനുണ്ട്. അപ്പം ഇങ്ങനെ അതിലൊരു
ഡിസൈപ്പിൾ എന്ത് ചെയ്യുന്നറിയോ? യേശു കർത്താവിനെ ബിട്രേ ചെയ്തു. ജൂഡസ് ഇസ്കറിയോത്ത്. ആൻഡ് ഇറ്റ് ഈസ് പ്രൊഫറ്റിക്, അത് പൂർത്തിയായ ഒരു കാര്യമാണ്. ഓക്കെ, അങ്ങനെ യൂദ യേശുവിനെ ഉറ്റിക്കൊടുത്തു. അതിനെ തുടർന്ന് യേശുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി കൊണ്ടുപോയി. ട്രയൽസ് പൈലറ്റ് ഉണ്ടായിരുന്നു, പിന്നെ കിങ്ങിന്റെ അടുത്ത് കൊണ്ടുപോയി. ഓക്കെ, ഇനി അങ്ങനെ ട്രയൽസ് എല്ലാം കഴിഞ്ഞ് ജീസസ് ക്രൂസിഫിക്ഷന് വേണ്ടി എവിടെ പോയ? ഗോൽഗോഥയിലേക്ക് പോയി. ഗോൽഗോഥയിലേക്ക് പോയിട്ട് യേശു കർത്താവിനെ ക്രോസിൽ 3 ആണിയുമേൽ കർത്താവിനെ ക്രൂശിച്ചു. യേശു കർത്താവിൽ എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നോ? Why was Christ crucified? Because he wanted to take all the sin of all mankind. And he sacrificed himself for us. Yes, right. Because പാപം ചെയ്ത വ്യക്തി മരിക്കണം. പാപത്തിന്റെ ശിക്ഷ എന്തുവാ? മരണം. അപ്പം ഈ മരണം, നമ്മളെല്ലാം പാപികളല്ലേ, അപ്പം നമ്മളെ ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന മരണത്തിന് വേണ്ടിയാണ്. പക്ഷേ യേശു കർത്താവ് നമുക്ക് വേണ്ടി ആ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തു. ഇപ്പോൾ ആ നിത്യമായ മരണം നമ്മിൽ നിന്ന് മാറി ഒരു നിത്യജീവൻ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് കർത്താവ് ക്രൂശിൽ മരിച്ചു. അതിനുശേഷം അടക്കി. ഹി വാസ് ബറീഡ് ഇൻ എ ന്യൂ ടോംബ് അല്ലേ, അടക്കി. 3-ാമത്തെ ദിവസം വാട്ട് ഹാപ്പൻഡ്? He was resurrected. He was resurrected. A miracle. A miracle. Roman imperial കുതിരയൊക്കെ കുറേ സ്റ്റോറീസ് ഉണ്ട്. ലൈക്ക് എന്തോ ജൂഷിൽ എന്തോ ഒരു ഇതില്ലായിരുന്നു, 3 days വരെ ഇങ്ങനെ എന്തോ അവരുടെ സോൾ ഇങ്ങനെ. ബട്ട് അതിനെ പൊട്ടിച്ചുകൊണ്ട് ഈശ്വർ സാവ് ഉയർത്തെഴുന്നേറ്റ് അതിനുശേഷം കുറേ ദിവസം ശിഷ്യന്മാർക്കൊക്കെ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. തുടർന്ന് എന്താ സംഭവിച്ചത്? യേശു കർത്താവ് went to heaven and he is coming back anytime soon. So I want to say this Christmas message, ഈ ക്രിസ്മസിൻ്റെ മെയിൻ മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്നറിയാമോ? ജീസസ് വാസ് ബോൺ. യേശു കർത്താവ് ജനിച്ചു, ഈ ഭൂമിയിൽ ജീവിച്ചു, അത്ഭുതങ്ങൾ ചെയ്തു, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഹി വാസ് ക്രൂസിഫൈഡ്, അടക്കി, സ്വർഗാരോഹണം ചെയ്തു. ഹി ഈസ് കമ്മിങ് ബാക്ക്. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ മെയിൻ മെസ്സേജ്, ജീസസ് ഈസ് കമ്മിങ് ബാക്ക്. ഓക്കെ, ആൻഡ് ജീസസ് ഈസ് ബോൺ ഫോർ, നമുക്ക് വേണ്ടി യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചു. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? യേശു കർത്താവിൽ വിശ്വസിക്കണം. പേഴ്സണൽ സേവിയർ. സോ ഈ ക്രിസ്മസിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, യേശു കർത്താവ് എനിക്ക് വേണ്ടിയാണ് ഭൂമിയിൽ ജനിച്ചതെന്നും യേശു കർത്താവ് എനിക്ക് വേണ്ടിയാണ് ഭൂമിയിൽ ജീവിച്ചതെന്നും എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, എനിക്ക് വേണ്ടി വീണ്ടും മടങ്ങി വരുമെന്നുള്ള മെയിൻ മെസ്സേജാണ്. He washed our sins. Yes. And made it pure. Yes, wonderful. So this is a Christmas message. ഇതാണ്. സോ എവിടുന്നാണ് തുടങ്ങിയത്, എങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറയാൻ പറ്റും. ഐ തിങ്ക് നമുക്ക് ഒരു സ്റ്റോറി ഉണ്ടല്ലോ, അത് പറയാൻ വേണ്ടി. അത് വിഡോ, ഹസ്ബൻഡ് ഇല്ല, മക്കളില്ല. സോ ഷി വാസ് എ വിഡോ. പക്ഷേ ഈ വിഡോയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ആൻഡ് ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ സ്വന്തമായിട്ടല്ല, എല്ലാവർക്കും കൊടുക്കുന്നത് ഇഷ്ടമാണ്. ഷി ലൈക്സ് ഗിവിങ്. അപ്പം ഫുഡ് ഉണ്ടാക്കിയിട്ട് എല്ലാ ക്രിസ്മസിനും വിഡോ ചെയ്യുന്നൊരു കാര്യമാണ്, എല്ലാ ക്രിസ്മസിനും ഫുഡ് ഉണ്ടാക്കും. ഫുഡ് ഉണ്ടാക്കിയിട്ട് നെയ്ബർഹുഡ് ഫാമിലീസ്, ലൈക്ക് ബിക്കോസ് ഷി വാസ് വിഡോ, ലൈക്ക് കുറേ ആൾക്കാരില്ലായിരുന്നു, പക്ഷെ അറിയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും കൊടുക്കും. നെയ്ബർഹുഡ് എല്ലാവർക്കും കൊടുക്കും. ഗുഡ് ലേഡിയാ, ഒരു കൈൻഡ് ഹാർട്ടഡ് ലേഡി ആയിരുന്നു. അപ്പം ഒരു ദിവസം ലൈക്ക് പെട്ടെന്ന് ഷീ ബിക്കെയിം സാഡ്, ലൈക്ക് ഭയങ്കര വിഷമമായി, ലൈക്ക് ഡിപ്രഷൻ വന്നു. ഡിപ്രഷൻ ആണെന്ന് വിഷമം വന്നു. എന്താ പറയുക, ആലോചിച്ചിട്ട് എന്ന് ചിന്തിച്ചു, ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, പക്ഷെ എനിക്കിതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ എന്നെ സ്നേഹിക്കുന്ന ആരും ഇല്ലല്ലോ എന്നൊരു ചോദ്യം വന്നു. അപ്പം അപ്പോഴത്തേക്ക് ഒരു കൊച്ചു വന്നിട്ട് ബെല്ലടിച്ചപ്പം തുറന്നു നോക്കിയപ്പോൾ ഒരു ചെറിയ കൊച്ച്, ഒരു സുന്ദരിയായ ഒരു കൊച്ച് വന്നിട്ട്, ആൻറ്റി ഒരു കേക്ക് കയ്യിലെടുത്തിട്ട് ആ ആൻറ്റിക്ക് ആ വീഡിയോയ്ക്ക് ഭയങ്കര സന്തോഷം വന്നു. അപ്പൊ ആ കൊച്ചു പെട്ടെന്ന് ടാറ്റ പറഞ്ഞിട്ട് പോയി. അപ്പൊ ഈ വീഡിയോ ഇങ്ങനെ നോക്കിയപ്പോ ആ കൊച്ചു പിന്നെ പോയി, പക്ഷെ ആ കൊച്ചിനെ കണ്ടിട്ടില്ല. പിന്നെ കുറച്ചു നേരം കണ്ട് അത് തുറന്നു നോക്കിയപ്പം കേക്ക്, പ്ലം കേക്ക്, അല്ലെങ്കിൽ ആ സമയത്ത് ഒരു കേക്ക് കണ്ടു.
നല്ല ടേസ്റ്റി, കഴിച്ചേക്കും നല്ല ടേസ്റ്റുള്ള കേക്ക്. ഫസ്റ്റ് ടൈം ആണല്ലോ ആൻറ്റിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടുന്നത്. കുറേ നാൾക്ക് ശേഷം. അതും ലൈക്ക് ഷി വാസ് അലോൺ ഫോർ എ ലോങ് ടൈം. വിടുവല്ലേ, മക്കളില്ല, ഭർത്താവില്ല, പിന്നെ ആരുമില്ല. അതുകൊണ്ട് ഷി വാസ് അലോൺ. പെട്ടെന്നൊരു നോട്ട് കണ്ടു, ആ ഗിഫ്റ്റിൽ തന്നെ ഒരു നോട്ട് കണ്ടു, ജീസസ് ലവ്സ് യു. അത് കണ്ടപ്പം ആ ആൻറ്റിയുടെ ഒരു മുഖത്തൊരു 100 വോൾട്ടിൻ്റെ ഒരു ബൾബ് പൊട്ടിലേക്ക് ഇത് ഒരു നല്ല സന്തോഷമായിരുന്നു ആൻറ്റിക്ക്. അപ്പം നമ്മളെപ്പോഴും ഒരു കാര്യം ഓർക്കണം, we'll be alone, not always everyone will be with us. പാരൻസ്, ഫ്രണ്ട്സ്, ഫാമിലീസ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണമെന്നില്ല. ഇപ്പം എന്ത് എഴുതിയാലും നമ്മൾ പുറത്തു പോയാലും എപ്പോഴും എല്ലാവരും നമ്മുടെ കൂടെ ഇല്ലായിരിക്കത്തില്ല. പക്ഷെ ഒരാൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്, ജീസസ് ക്രൈസ്റ്റ്. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ജീസസ് ലവ്സ് യു ബിക്കോസ് ഹി ഈസ് വിത്ത് യു ടിൽ ദി എൻഡ് ഓഫ് യുവർ ഡെത്ത്, ടിൽ ദി സ്റ്റാർട്ട് ആൻഡ് ടു ദി എൻഡ് ഹി ഈസ് വിത്ത് യു. And he is the eternal God who has no start and who has no end. So he's always with you. അതുകൊണ്ട് ഒരു പേടിയും വേണ്ട, ഒറ്റയ്ക്കല്ല. വണ്ടർഫുൾ സ്റ്റോറി മോളെ. സോ ഈവൻ ഇഫ് ആൾക്കാർ നമ്മളെ മറന്നാലും, നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ കണ്ടില്ല എന്ന് വെച്ചാലും, എപ്പോഴും യേശുവൻ നമ്മുടെ കൂടെയാണ്. ഹി നോസ് അസ് വെരി മച്ച് ആൻഡ് ഹി ലവ്സ് അസ് ആസ് ഹൂ വി ആർ. നമ്മൾ ആരായിരിക്കുന്നോ അങ്ങനെ തന്നെ യേശു കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. വാട്ട് എ വണ്ടർഫുൾ ജീസസ്, റൈറ്റ്? സോ ദിസ് ക്രിസ്മസ് ലെറ്റ് ഇറ്റ് ബി എ ബ്ലെസ്സിങ് ഫോർ ഓൾ. ഓക്കെ. വേറെ കാര്യമുണ്ട്, എറണാകുളത്തിൽ മെട്രോ ചർച്ച് ഓഫ് ഗോഡ് പറഞ്ഞ ചർച്ചിൽ ഒരു കാർഡ് ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനത്തെ കാർഡാന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ലൈക്ക് ന്യൂ ഇയർ ആവാൻ പോകണം, എല്ലാവർക്കും ന്യൂ ഇയേഴ്സ് റെസൊല്യൂഷൻ. കുറെ ആൾക്കാർക്ക് ബൈബിൾ വായിക്കാനുള്ള ആഗ്രഹമുണ്ട്. ബൈബിൾ റീഡിംഗ് കാർഡാണോ? ബൈബിൾ റീഡിംഗ് കാർഡ്. അപ്പം വിത്തിൻ 1 year ബൈബിൾ വായിച്ച് തീർക്കാൻ ഉള്ള ആൾക്കാർക്കും ഉണ്ട് ഒരു ലൈക്ക് ഒരു അവർക്ക് കംപ്ലീറ്റ് ഏത് പോർഷൻസ് ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസം ഏതെല്ലാം പോർഷൻസ് വായിക്കണം, മാസം എഴുതിയിട്ടുണ്ട്, എല്ലാം എഴുതിയിട്ടുണ്ട്. ലൈക്ക് ഇറ്റ്സ് സിമ്പിൾ. പിന്നെ മെഡിറ്റേഷനും ഉണ്ട്. ആൻഡ് ഓൾസോ ക്വൈറ്റ് ടൈം എങ്ങനെ ചെയ്യണം അതിൽ എഴുതിയിട്ടുണ്ട്. 7 hours പറഞ്ഞ സാധനമുണ്ട്. അതിലുള്ള എല്ലാം ഉണ്ട്. എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യണം, യു ഹാവ് ടു ബി ഇൻ എ ക്വൈറ്റ് പ്ലേസ്, ബൈബിൾ വേണം, നോട്ട്ബുക്ക് വേണം, പേന വേണം, നമുക്കൊരു കാം മൈൻഡ് വേണം. ഇപ്പം മെഡിറ്റേറ്റ് നമുക്ക് ചെയ്യാം, രാവിലെ എന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യാം. ഇതിനുള്ള എല്ലാ സാധനവും പറ്റിയ സാധനമാണ് നമ്മുടെ ഈ മെട്രോ ചർച്ച് ഓഫ് ഗോഡ് ഉണ്ടാക്കുന്ന ഈ കാർഡ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് ഇത് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട് അയച്ചു തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ കാർഡ് നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് അയച്ചു തരാം. ഇറ്റ് വിൽ ബി എ ബ്ലെസ്സിങ് ഫോർ യു. നമുക്ക് 1 വർഷം കൊണ്ടോ 6 months കൊണ്ടോ നമുക്ക് ബൈബിൾ കംപ്ലീറ്റ് വായിക്കാൻ പറ്റും. ഓക്കെ, സോ വി ആർ കമ്മിങ് ടു ദ എൻഡ് ഓഫ് ദിസ് എപ്പിസോഡ്. ഈ പോഡ്കാസ്റ്റ് നമ്മൾ അവസാനിക്കാൻ പോകണം. And me and my daughter, we are signing off. God bless you. Goodbye.